വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നു. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ചെലവായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരങ്ങൾ നൽകി വന്നത് അർജുൻ പി എസ് ആണ്. ഇപ്പോൾ ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാജിമോൻ ഒപ്പം ചേരുന്നുണ്ട്. ഷാജിമോൻ, എന്താണ് നിങ്ങളുടെ ആരോപണം, ആക്ഷേപം, പരാതി? അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡിസൈനാണ് ആ വീടിന്റെ. ഇത് ഞങ്ങൾ മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞങ്ങൾ ജില്ലാ കളക്ടറോട് കൃത്യമായിട്ട് സംസാരിച്ചതാണ്. മുൻപില് ആ ട്രസ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാം, അതിന്റെ ആ വീടിന്റെ ട്രസ് വർക്ക് ചെയ്തത്. അത് വയനാട്ടിലെ കാലാവസ്ഥയിൽ ആ വെള്ളം അതിലെ വന്ന അപ്പുറത്തുള്ള ഇടതുവശത്തുള്ള കിടപ്പുമുറി എല്ലാ കാലവും നനഞ്ഞുകൊണ്ട് അതിന്റെ ഒരു നനവ് ആ ചുമരിൽ എപ്പോഴും ഉണ്ടാവും. ആ വീട് ദുർബലമാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ഒരു സൺഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഫ്രണ്ടില്, പിന്നെ സൺഷെയ്ഡ് എത്ര ഒരു ഇത്ര ഉത്തരവാദിത്തമല്ല. എനിക്ക് ആ വാക്കുകൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ നോക്കുക, ഒരു പരിഹസിക്കുന്ന രീതിയിലാണ്. അവിടെ വന്ന് കുറച്ച് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പറയുന്ന വീഡിയോ ഒക്കെ കൈരളി ചാനലിൽ പരക്കുന്നുണ്ട്. എനിക്കറിയാം, അത് കൃത്യമായിട്ട് അവര് അവിടെ കൊണ്ടു നിർത്തി പറയിപ്പിച്ച ആളുകളാണ്. അവിടുത്തെ CPM പാർട്ടി, ആ ചൂരൽമലയിലെ CPM കുടുംബങ്ങളിലെ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയിട്ടാണ് അവരോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. അത് മാത്രമല്ല, കുറച്ച് ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് എങ്ങനെയെങ്കിലും കയറി കൂടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു കുടിൽ വെച്ച് കൊടുത്താൽ പോലും അവർക്ക് സന്തോഷമാണ്. പക്ഷെ ഇത്രയും പണം ഉണ്ടാക്കി 30 ലക്ഷം രൂപ എന്നാണ് മന്ത്രി രാജൻ കൃത്യമായിട്ട് പറഞ്ഞത്. 20 ലക്ഷം രൂപ എന്നുള്ളത് സ്പോൺസർമാർക്ക് ഞങ്ങൾ 10 ലക്ഷം രൂപ കുറച്ചു കൊടുത്തതാണ്. അത് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ്. 30 ലക്ഷം രൂപയുടെ വീട് തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. അവിടെ ഒരു തരത്തിലും എന്നെ ഇന്നലെ പല ആളുകളും വളരെ വിഷമത്തോടു കൂടി രാത്രി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒന്നും പറയാതെ തിരിച്ചു വന്നെന്ന്. അവിടെ ആകെ സന്തോഷം പറയുന്നത്, ജീവിതത്തിൽ ഇതുവരെ ഒരു വീടുകളിൽ കഴിഞ്ഞിട്ടില്ലാത്ത പാടികളിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് അവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് വളരെ സന്തോഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലോട്ടറി തന്നെയാണ്, സന്തോഷമാണ്. പക്ഷെ ഈ നിങ്ങൾ ആലോചിച്ച് ഇത് ശരിയാണ്, ഇവർക്ക് ആളുകൾ ദാനമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ദാനമായിട്ട് കൊടുക്കുന്നതാണെങ്കിലും നമ്മളുടെ അടക്കം നികുതി പണത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് ഊരാളുങ്കലിന് പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് അതിന്റെ നിങ്ങൾ തന്നെ ആ വീട് പറയൂ. ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു 1800-2000 രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റിനുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള വീട് പണിത് കൊടുക്കാം. സ്കിൻ ഡോർ ആണ് ഫ്രണ്ടിൽ കയറി പോകുന്നതിന്, സ്കിൻ ഡോർ ആണ് വെച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, സ്കിൻ ഡോറാ. ഈ 30 ലക്ഷം രൂപയ്ക്ക് അത്ര, അത് 2x2 ടൈല് നിങ്ങൾ കണ്ടോ? 2x2 ടൈലാണത്. ഇന്നൊക്കെ 4x2, കുറഞ്ഞത് 4x2 ടൈലെങ്കിലും ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതല്ല, ഇതന്നെ വലിയ കാര്യമല്ല എന്ന് പറയാൻ ഇത് ഔദാര്യമല്ല. ഇത് കേരളത്തിലെ സന്മനസ്സുള്ള മാലോകരായിട്ടുള്ള കോടിക്കണക്കിന് മലയാളികൾ കൊടുത്ത പണം 772 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിട്ടിട്ടുണ്ട്. അതുപോട്ടെ, കഴിഞ്ഞ മെയ് 18-ാം തീയതി ഇവരുടെ പത്രക്കുറിപ്പ്, വയനാട് ജില്ലാ കളക്ടറുടെ പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നു, സാസ്കി ഫണ്ട് അതിതീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സാസ്കി ഫണ്ട് പ്രകാരം 378 കോടി രൂപ അനുവദിച്ചു. അതിൽ 111.62 കോടി രൂപ വീടുകൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പൊ 402 വീടിന്റെ ലിസ്റ്റാണ് വന്നത്. ഇപ്പൊ 48 വീടടക്കം 450 വീട് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വീടിന് 25 ലക്ഷം രൂപ വീതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അവിടുത്തെ പിന്നെ റോഡ് അനുബന്ധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 87 കോടി രൂപ കൂടി ഈ സാസ്കി ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. 13 കോടി രൂപ അവിടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാസ്കി ഫണ്ടിൽ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ 15 അവിടെയുള്ള വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഈ ടൗൺഷിപ്പിൽ റോഡ് നിർമ്മിക്കാൻ, മൊത്തം റോഡിന്റെ നീളം വരുന്നത് 15 കിലോമീറ്റർ ആണ്. ഈ 15 കിലോമീറ്ററിന് 87 കോടി രൂപ വേണോ? 87 കോടി രൂപ എന്നുള്ളത് അവിടുത്തെ അനുബന്ധ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കാര്യങ്ങൾക്കും കൂടിയാണ്. ഇത് കേന്ദ്രം തന്നെ ഇത്രയും പൈസ കൊടുക്കുന്നു. അതിന് പുറമെയാണ് സ്പോൺസർമാര് ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എത്ര വീടുകൾ കിട്ടിയിട്ടുണ്ട്, എത്ര വീടുകളുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. ഈ വയനാട്ടുകാരുടെ അവസ്ഥ അറിയുന്നവരാണ് കേരളത്തിലെ മുഴുവൻ പേരും, മുഴുവൻ മലയാളികൾക്കും അറിയാം. അപ്പോൾ അവർ കൈയയച്ച് സഹായിച്ചിട്ടുണ്ടാകും, അക്കാര്യത്തിൽ സംശയമില്ല. വേറെ 700 കോടിയിലേറെ രൂപ സാധാരണക്കാരുടേതായി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് വയനാട് പുനരധിവാസത്തിന്. ആ പണമൊന്നും ചെലവഴിച്ചിട്ടുമില്ല. ഇതൊക്കെ എവിടെ പോകുന്നുവെന്നാണ്. അല്ല, ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ്
നിങ്ങൾ ആലോചിക്കൂ, 185 കോടി രൂപയാണ് പുന്നപ്പുഴ നവീകരണം. ഇതൊക്കെ എനിക്ക് 49 വയസ്സായി, ഞാൻ ആ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഈ പുന്നപ്പുഴ എന്ന് പറയുമ്പോൾ അതിന്റെ മണ്ണ് വാരി ഇത് കരകളിലേക്ക് കല്ലൊക്കെ ഒതുക്കുന്നതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് 185 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഒരു ടെൻഡർ നടപടികളില്ല. അത്തരം ഒരു ഓപ്ഷനും ഇല്ലാതെ ഇവർക്ക് ഏറ്റവും താല്പര്യം ഉള്ളവർ. ഇനി ഒരു കാര്യം പറയട്ടെ, മറ്റൊരു ടീം വരികയാണ്. ഇപ്പൊ UDF അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇനിയിപ്പോ സുൽഫിക്കർ ആൻഡ് കമ്പനിക്കോ അങ്ങനെയുള്ള ആർക്കെങ്കിലും കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവര് അടങ്ങിയിരിക്കോ? ശരി, അപ്പോ നിങ്ങളുടെ വാക്കുകളിൽ ആരോപണത്തിന്റെ കടുപ്പം വ്യക്തമാകുന്നുണ്ട്. ഇതിന് പിന്നിൽ അഴിമതിയോ, ഇത് കള്ളക്കണക്കോ? ചോദ്യങ്ങൾ പലതാണ്. ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാജിമോനാണ് പ്രതികരിച്ചത്.